പ്രത്യേക അന്വേഷണ സംഘം പാലക്കാട്ടെത്തി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. രാഹുലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിലാണ് പരിശോധന. കുന്നത്തൂർ മേട്ടിലെ ഫ്ളാറ്റിലെത്തി തെളിവെടുത്തു. വീണ്ടും ഫ്ളാറ്റിൽ പരിശോധന നടത്തും. രാഹുലിന്റെ ഔദ്യോഗിക വാഹനം പാലക്കാട്ടെ ഫ്ളാറ്റിൽ തന്നെയാണ് എന്ന് പോലീസ് പറയുന്നു. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം. ഇക്ബാൽ അറക്കൽ, പ്രത്യേക അന്വേഷണ സംഘം എപ്പോഴാണ് പാലക്കാട്ട് എത്തിയത്? ഫ്ളാറ്റിൽ പാർക്കിംഗിൽ രാഹുൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന MLA ബോർഡുള്ള വാഹനം കിടപ്പുണ്ടോ? രാഹുൽ എവിടേക്ക് പോയി എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു തുമ്പുമില്ലേ ഇക്ബാൽ? സുജയ, പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ തിരുവനന്തപുരത്തു നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം പാലക്കാട്ടേക്ക് എത്തുന്നത്. പുലർച്ചയോടുകൂടി തന്നെ രാഹുലിന്റെ കുന്നത്തൂർ മേടുള്ള ഈ ഫ്ളാറ്റിലേക്ക് എത്തി ആദ്യഘട്ടത്തിൽ ഒരു പരിശോധന നടത്തുന്നു, തെളിവെടുപ്പ് നടത്തുന്നു. ഇതിനുശേഷം ഇപ്പോൾ വീണ്ടും ഒരു പരിശോധന നടത്തുമെന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. രാവിലെ 10 മണിയോടുകൂടിയായിരിക്കും ഈ പരിശോധന ആരംഭിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ യുവതിയുടെ പരാതിയിൽ പാലക്കാട്ടെ ഫ്ളാറ്റിലേക്ക് എത്തിച്ചും തന്നെ ബലമായി പീഡിപ്പിച്ചു എന്ന രീതിയിലുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിനും തെളിവെടുപ്പിനും വേണ്ടിയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം പാലക്കാട്ടേക്ക് എത്തിയിട്ടുള്ളത്. രാഹുലിന്റെ ഔദ്യോഗിക വാഹനം ഉൾപ്പെടെ ഇതേ ഫ്ളാറ്റിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും പോലീസ് പറയുന്നത്. ഈ ഫ്ളാറ്റിന് സമീപത്ത് വെച്ചാണ് രാഹുൽ ഈ ഔദ്യോഗിക വാഹനം മാറ്റി മറ്റൊരു സുഹൃത്തിന്റെ വാഹനത്തിൽ കയറി ഒളിവിൽ പോകുന്നത്. ഇതിനുശേഷം പിന്നീട് ഈ ഔദ്യോഗിക വാഹനം ഈ മേഖലയിൽ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോഴും പോലീസ് സ്ഥിരീകരിക്കുന്നത് ഈ ഔദ്യോഗിക വാഹനം ഇപ്പോഴും ഈ ഫ്ളാറ്റിന് സമീപത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല രാഹുലിന്റെ ഫോണും ഈ ഫ്ളാറ്റിന് സമീപത്ത് തന്നെ ഉണ്ട്. ഈ ഫോൺ ഇപ്പോഴും ഈ ഫ്ളാറ്റിന് സമീപം സൂക്ഷിക്കുന്നത് പോലീസിന്റെ അന്വേഷണം അതുപോലെ തന്നെ പരിശോധനയും വഴിതിരിച്ചു വിടാനാണ് എന്നൊരു നിഗമനത്തിലാണ് പോലീസും ഉള്ളത്. ഏതായാലും രാഹുലിന് വേണ്ടി വ്യാപകമായിട്ടുള്ള തിരച്ചിൽ തുടരുന്നു. രാഹുലിന്റെ പാലക്കാട്ടെ സുഹൃത്തുക്കൾ, ഏറ്റവും അടുത്ത ബന്ധമുള്ള പാർട്ടി പ്രവർത്തകർ, നേതാക്കളെ എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണവും പരിശോധനയുമാണ് നടത്തുന്നത്. ഇന്നലെ മംഗളണ മേഖലയിലുള്ള വിവിധ റിസോർട്ടുകളിൽ രാഹുൽ എത്തി എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾക്കിടെ അവിടെയെല്ലാം പരിശോധനകൾ നടന്നിരുന്നു. ഇന്നും ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള തിരച്ചിൽ പാലക്കാട് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ശരി, ഇക്ബാൽ അറക്കലാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുന്നത്തൂർ മേട്ടിലെ ഫ്ളാറ്റിലാണ് പുലർച്ചെ എത്തി SIT പരിശോധന നടത്തിയത്.